അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലക്ഷദ്വീപ് കിച്ചൺ ആൻഡ് ട്രാവലർ. ഇന്നിതാ ഇപ്പോൾ സമയം 11 മണിയായി. ഞാൻ ടെർമിനൽ 1 എയർപോർട്ടിലാണ് ഉള്ളത്. അപ്പോൾ കുറച്ച് ദിവസം നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടല്ലോ, എൻ്റെ കൂടെ ഡോക്ടർ സെറീന ഉണ്ടായിരുന്നു. അവൾ ഇന്ന് നാട്ടിൽ പോവാണ്. 5 ദിവസമായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് ഇവിടെ ദുബായിൽ. അങ്ങനെ രാവിലെ എണീറ്റു റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഉപ്പുമാവായിരുന്നു. ഇതൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ ഇതാ ഞങ്ങൾ എയർപോർട്ടിൽ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡിപ്പാർച്ചർ ഗേറ്റ് നോക്കുന്നതാണ്. ഓപ്പണായില്ലേ? ഓപ്പണായില്ല. അതാ കൊച്ചി എയർ ഇന്ത്യ, അതാ ഏരിയ കൊച്ചി. ഞങ്ങൾ ഞാൻ പോകും ആക്കിയിട്ട് ഞങ്ങളങ്ങ് പോകും. പിന്നെ മുപ്പത്തി അങ്ങനെ കൊച്ചിയിലോട്ടാകും. കുറച്ച് ദിവസത്തേക്ക് സമാധാനം കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചൊരു വരവായിരിക്കും ഇൻഷാ അല്ലാ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും പ്ലാന് കൊണ്ടൊക്കെയാണ് ഇവിടെ വന്നത്. അതൊക്കെ ഫുൾഫിൽ ചെയ്യാൻ നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ പ്രതീക്ഷിക്കുന്നു. സർപ്രൈസ് എല്ലാവരും ദുആ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. ഷജില ഉണ്ട് കേട്ടോ. ഷജിലക്ക് ഇന്ന് ലീവാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി നമ്മുടെ ഈ ഡോക്ടറിനെ യാത്രയാക്കാൻ പോവാണ്. ഗേറ്റ് നമ്പർ 2-ലാണ് കേട്ടോ. ചെക്കിൻ ഏരിയ 2-ലാണ്, എയർ ഇന്ത്യയിലാണ്. അപ്പം ഞങ്ങൾ സ്പീഡിലങ്ങ് പോട്ടെ. നൗഫൽ നേരെ പിടിച്ചു അങ്ങോട്ട്. അങ്ങനെ ഇതാ ലഗേജ് ചെക്കിൻ ഒക്കെ ചെയ്തു. ബോർഡിംഗ് പാസ് കിട്ടിയിട്ട് ഇനിയിപ്പോൾ അകത്ത് പോകണം. അകത്ത് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇനി ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഗേറ്റിൻ്റെ അവിടെ പോകണം. അങ്ങനെ ഇതാ ഞങ്ങൾ യാത്രയാക്കിയിട്ട് ഇങ്ങോട്ട് തിരിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഇനി ബാക്കിയുള്ളത് എമിഗ്രേഷനാണ്. എമിഗ്രേഷനിലോട്ട് പോയാണ് കാണിച്ചു കൊടുക്കുന്നത്. അവിടെ പോകുന്നുണ്ട് ആൾക്കാർ. പിന്നെ ഫസ്റ്റ് ടൈമാണ് ഈ ഒറ്റക്കുള്ള സോളോ ട്രിപ്പായിട്ട് വന്നിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഹസ്ബൻഡും സ്റ്റാഫും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഒറ്റക്കായതുകൊണ്ട് യാത്ര ഒരു രസം തന്നെയാണ്. എന്നാൽ പോലും ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ. അങ്ങനെ പിന്നെ എല്ലാവരും പോകുന്ന ഓട്ടത്തിൽ അങ്ങനെ ഡോക്ടർ സെറീന യാത്രയായി പോയി. അപ്പം ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ടൈം വരും. ഇവിടെ ഒരു
പരിപാടിയൊക്കെ ആയിട്ടാണ് അതിൻ്റെ ഒരു ആവശ്യത്തിനായിട്ടായിരുന്നു വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് അത് സാധിച്ചു കൊടുക്കട്ടെ, ആ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കട്ടെ റബ്ബ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇനിയും വരാനുണ്ട് ഇൻഷാ അല്ലാഹ്. നമുക്ക് ഹാപ്പി ആയിട്ട് തന്നെ യാത്രയാക്കാം. അപ്പോൾ പോയി കഴിഞ്ഞപ്പോൾ നമുക്കൊരു വിഷമം പോലെ, കാരണം ഈ 5 ദിവസവും നല്ലൊരു ഡീപ്പ് എന്ന് തന്നെ പറയാം, അങ്ങനത്തെ ഒരു രീതിക്കായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയല്ല, അവള് പോയിട്ടാ കണ്ടല്ലോ. അപ്പോൾ 5 ദിവസം അടിച്ചു പൊളിച്ചു ഒന്നിച്ചുണ്ടായിട്ട് പോയപ്പോൾ ഒരു വിഷമം. അപ്പോൾ ഇതതിൻ്റെ കൂടെ നോഫലും ബാബ രാവിലെ 4 മണിക്ക് പേക്കിംഗ് കഴിഞ്ഞ് പോയതുകൊണ്ട് ബാബ ഉറങ്ങിപ്പോയി. പിന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്തില്ല, ഇങ്ങോട്ട് ഇറങ്ങിപ്പോയിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോട്ടെ. പോയിട്ട് ഇനിയിപ്പോൾ നേരെ പോയിട്ട് 2 പിള്ളേരെ എടുക്കാറുണ്ട്, അവരെ എടുത്തിട്ട് വീട്ടിൽ പോകണം. കുക്കിംഗ് ഉണ്ട്, കുറച്ച് പണിയൊക്കെ ഉണ്ട്. ഇതാ തിരിച്ച് വന്നിട്ട് ഞാനിതാ ചോറും തേങ്ങാച്ചോറും ബീഫ് കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ നെഹ്ദയിൽ നിന്ന് 2 കുട്ടികൾ എടുക്കാനുണ്ടായിരുന്നു, നിയാസും സവാദും ആയിരുന്നു. അപ്പോൾ എൻ്റെ നാട്ടുകാർ അവർ ഇപ്പോൾ പുതിയതായിട്ട് വന്നായിരുന്നു നെസ്റ്റോ ഗ്രൂപ്പിൽ, അങ്ങനെ അവർക്ക് അന്ന് ലീവായിരുന്നു. അങ്ങനെ അവർ എടുത്തു വന്ന് പെട്ടെന്ന് ഇതാ ഒരു തേങ്ങാച്ചോറും ബീഫ് കറി ഉണ്ടാക്കി. അത് നമ്മുടെ ദ്വീപ് സ്റ്റൈൽ തന്നെ ആയതുകൊണ്ട് കുട്ടികൾക്കത് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെടും, അതുകൊണ്ട് തന്നെയാണ് അത് ഉണ്ടാക്കിയത്. ഇപ്പം ഞാൻ കാണിച്ചത് അത് നിയാസ്, പിന്നെ റാശിയുണ്ട്, പിന്നെ ഇതാ സവാദും ബാവയും നൗഫലും ഒക്കെ ഉണ്ട്, സജിലിയും ഉണ്ട്. അപ്പൊ എല്ലാരും കൂടി ഇരുന്ന് ഇതാ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അവർ പോയത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. തേങ്ങാച്ചോറ് കുറച്ച് നാൾ കൂടി കിട്ടിയപ്പോൾ അവർക്ക് നല്ലൊരു ഹാപ്പിയായി. അപ്പോൾ അത് കൊടുത്തപ്പോൾ എനിക്കും ഒരു സന്തോഷമായി, കാരണം അങ്ങനെയാണ് ഇവിടുത്തെ ആ ഒരു രീതി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവര് ബജാറിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും യാത്ര ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ പുതിയ ചെറിയ ചെറിയ കുട്ടി കുട്ടി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബായ്.